എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മട്ടയരി കൊണ്ടുള്ള പുട്ടും കടലക്കറിയുമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? ഇതിനായി ഞാൻ 1 ഗ്ലാസ് മട്ടയരി ഇന്നലെ രാത്രി കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം മുഴുവൻ വാർന്നു പോകാൻ ഒരു നെറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ നോക്കാം. കടല കഴുകി കുക്കറിലിട്ടു. ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കറിവേപ്പിലയും മല്ലിപ്പൊടിയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ചൂടാക്കി കടലയിലിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി അരി പൊടിക്കാം. ആവശ്യത്തിന് ഉപ്പിടണം. ഇത് അധികം ഫൈനായിട്ട് പൊടിക്കരുത്. ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോഴ്സ് ടെക്സ്ചറാണ് വേണ്ടത്. നമ്മളിപ്പോൾ ചോറൊക്കെ പൊടിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെയാണ് ഉണ്ടാവുക. മിക്സറിൽ കുറച്ച് ഇട്ടിട്ട് വേണം പൊടിക്കാൻ. ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തത്. ഞാൻ ഈ അരിപ്പൊടിയിലേക്ക് കുറച്ചധികം തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് പഞ്ചസാര ചേർക്കാം, ബട്ടർ ചേർക്കാം. പിന്നെ പൊടി ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ വെള്ളത്തിന് പകരം ചൂട് പാലും ചേർക്കാം. ഇതൊക്കെ പുട്ടിന് എക്സ്ട്രാ ഫ്ലേവർ തരും. പൊടി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ശരിക്കും ഒരു ലൈറ്റ് മധുരവും കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ട് പാലിൻ്റെയും ബട്ടറിൻ്റെയും ഫ്ലേവറൊക്കെയുള്ള പുട്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ കൂടെ ചെറുപയറും കടലും ഒക്കെ കഴിച്ചാലേ ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആവുള്ളൂ, അല്ലേ? പുട്ടുപൊടിയുടെ പാകം നോക്കാൻ ഈ നനച്ച പുട്ടുപൊടി കുറച്ച് കയ്യിലെടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു കട്ട പോലെ കിട്ടും. അത് പൊട്ടിച്ച് കളഞ്ഞാൽ അധികം കട്ടകളില്ലാതെ പൊടിയണം. ഇതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ടുപൊടിയിൽ തേങ്ങയും പുട്ടുപൊടിയും ഇങ്ങനെ നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ തേങ്ങയിട്ട് അടച്ചു വെച്ച് ആവി വന്നതിന് ശേഷം ഒരു 4 മിനിറ്റെങ്കിലും വേവിക്കണം. അതിനുശേഷം പുട്ട് പാത്രത്തിലേക്ക് മാറ്റാം. കടല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടണം. ഞാൻ കടുവും ഉള്ളിയും തേങ്ങാക്കൊത്തും പിന്നെ കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. വറുത്തിട്ടു. കടലക്കറി റെഡിയായി. അപ്പോൾ ഈസി അല്ലേ മട്ടയരി പുട്ടുണ്ടാക്കാൻ? പാക്കറ്റ് പൊടി വാങ്ങുകയും വേണ്ട, പുട്ടുപൊടി വറക്കുകയും വേണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാം പുട്ട് വീട്ടിൽ തന്നെ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.